മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി വന്നതിന് ശേഷം അനന്തു വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് ഡോക്ടറുടെ ജോലിക്കാരനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്, ഒന്ന് ചെല്ലാൻ പറഞ്ഞ്. അങ്ങനെ മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്ന നേരത്ത് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണൻ്റെ ശരീരത്തിന് നേരിയ ഒരു വ്യത്യാസമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ഡോക്ടറോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മേഘനാഥൻ പറഞ്ഞയച്ച ഗുണ്ട കണ്ണൻ്റെ റൂമിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ലയെന്ന് ആ ഗുണ്ടയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ വേഗം തന്നെ ഓടിപ്പോയി കൂടെയുള്ള ഗുണ്ടയോട് പറയുന്നുണ്ട്, ഇപ്പോൾ റൂമിൽ ആരുമില്ല, നമുക്ക് കാര്യം നടത്താൻ പറ്റിയ അവസരമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീ ഇതൊട്ടും പാഴാക്കണ്ട, വേഗം ചെല്ലുമെന്ന് പറയണു. എന്തായാലും മേഘൻ സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞ് അയാൾ മേഘനെ വിളിക്കുമ്പോൾ മേഘൻ പറയുന്നുണ്ട്, അവിടെ ആരും ഇല്ലാത്ത സമയത്ത് നീ നോക്കിയിട്ട് വേണം അവിടെ കയറി ചെന്ന് കൃത്യം നടത്താൻ, അല്ലെങ്കിൽ ആ മഹാലക്ഷ്മി എങ്ങാനും കണ്ട ആകെ പ്രശ്നമാവട്ടോ എന്നൊക്കെ പറയണു. ഇല്ല, ഇപ്പം അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോയേക്കാണ്, എന്തായാലും അവർ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് വരാൻ ഇത്തിരി സമയമെടുക്കും, ആ നേരം കൊണ്ട് ഞാൻ കാര്യം നടത്തിയേക്കാമെന്ന് പറയണു. അങ്ങനെ ഈ ശക്തി കണ്ണൻ്റെ റൂമിൻ്റെ അവിടെ പതുങ്ങി നിൽക്കുവാണ് കേട്ടോ. ആരെങ്കിലും വന്നുണ്ടോ, കണ്ണൻ്റെ റൂമിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മിയെ അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച ആ പയ്യൻ അവിടെ ഉണ്ടല്ലോ, ആ പയ്യൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ പയ്യൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മി ആ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയുടെ ആരോ ആ റൂമിലുണ്ടെന്നുള്ളതും ആ പയ്യനിക്ക് മനസ്സിലായിട്ടുണ്ടായി. പിന്നെ ഈ ശക്തി എന്ന് പറയുന്ന ഗുണ്ടേനെ ഇതിനു മുമ്പ് ആ പയ്യനെ അറിയണതുമാണ്. അപ്പോൾ തന്നെ അയാൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, ഈ ഗുണ്ടയായ ആൾ എന്തിനാ ഈ റൂമിൻ്റെ അവിടെ പതുങ്ങി നിൽക്കണേന്ന്. അങ്ങനെ അയാൾ ഇതെന്തിനാ നിൽക്കണേന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടെ നോക്കി നിൽക്കുമ്പം അയാൾ പതുങ്ങി കണ്ണൻ്റെ റൂമിലേക്ക് കയറുന്നതാണ് കാണണേ. പിന്നെ അയാൾ ഒട്ടും മടിക്കാണ്ട് റൂമിൻ്റെ വാതിക്ക് വന്നിട്ട് നോക്കുമ്പോൾ ഇയാൾ കണ്ണനെ അറ്റാക്ക് ചെയ്യാനാണ് പോണത്. കണ്ണൻ്റെ മുഖത്തേക്ക് തലേനെടുത്ത് വയ്ക്കാൻ പോണ കാണുന്നതും ഈ പയ്യൻ ഓടി ചെന്ന് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മി ഇത് കണ്ടിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, ഇവൻ ഈ സാറിനെ ഉപദ്രവിക്കാനായിട്ട് വന്നതാ, ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇവൻ ഈ സാറിനെ എന്തെങ്കിലും ചെയ്തേനെ. ആ സമയത്ത് ഈ ഒച്ചയൊക്കെ കേട്ട് കണ്ണൻ ഉണരുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, ഇയാൾ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് വന്നേന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പോൾ നീ ആരടാന്നും ചോദിച്ചുകൊണ്ട് കണ്ണൻ ആ നിൽക്കുന്ന പയ്യനോട് അവനെ വിടരുത്, പിടിക്കുന്നു പറയണു. അയാളെ എന്നിട്ട് അവനെ പിടിച്ചു വയ്ക്കുന്ന സമയത്ത് കണ്ണൻ ഡോക്ടറെ വിളിക്കാൻ പറയുന്നു. ഡോക്ടർ വന്നിട്ട് അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്, നിന്നെ ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേ, നീ എന്തിനു വന്നേന്നൊക്കെ ചോദ്യം ചെയ്യുമ്പം അയാളൊന്നും പറയുന്നില്ല, മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ വേഗം തന്നെ ഡോക്ടറുടെ സ്ഥാപനത്തിലെ 2-3 ജോലിക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ഇവനെ നല്ലോണം ഒന്ന് കൈകാര്യം ചെയ്യുക, അപ്പോൾ ഇവൻ സത്യം പറയുമെന്ന് പറയുന്നു. അങ്ങനെ അയാളെ ജോലിക്കാരെല്ലാവരും കൂടി നല്ല അടി അടിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ മേഘൻ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, കണ്ണൻ സാറിനെ കൊല്ലാനുള്ള കൊട്ടേഷനാണ് മേഘൻ സാറ് തന്നേക്കണേ, അവസരം കിട്ടുമ്പോൾ കൊല്ലണമെന്നാണ് പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്കും കണ്ണനക്കൊക്കെ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഞങ്ങൾ പിടിച്ച വിവരം നീ ഇപ്പോൾ തൽക്കാലം മേഘനെ അറിയിക്കണ്ട, മേഘനോട് വിളിച്ച് പറഞ്ഞേരെ, എന്നെ തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞേരെ, അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ അയാളെയും കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുകയാണ്. മേഘന് വിളിക്കുമ്പോൾ മേഘൻ എന്തായി, അവൻ്റെ കാര്യം തീർന്നോ എന്ന് ചോദിക്കുമ്പം ഇയാൾ പറയുന്നുണ്ട്, അയാളുടെ കാര്യം തീർന്നു, ഞങ്ങളിവിടുന്ന് രക്ഷപ്പെടാൻ പോവാണ്, ഇനി നമ്മൾ തമ്മിൽ ഒരു വിളിയും പറച്ചിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയണു. അപ്പോൾ മേഘം പറയും, ശരി, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, നിങ്ങളുടെ പൈസയൊക്കെ ഞാൻ ഇട്ട് വന്നേക്കാമെന്ന് പറയണു. അങ്ങനെ ആ ഗുണ്ട ഫോൺ കട്ട് ചെയ്യണു. ആ ഒരു ഇത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.